ഹലോ! എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ പള്ളി കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാനിപ്പോൾ എവിടാ ഉള്ളതെന്നുള്ളത്. വേറെ എങ്ങുമല്ല, നമ്മളെ ആലപ്പുഴ കൃപാസനത്തിലാണ്. ഇപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. ബസ് ഇറങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് ഫ്രീ ആയിട്ടാണ്. കായംകുളം വരെ എനിക്ക് ഫ്രീ ആയിരുന്നു. പ്രിയദർശിനി ബസ്സിൽ ഞാൻ പോയതുകൊണ്ട് ഒത്തിരി ലേറ്റായി. സാധാരണ ഫാസ്റ്റ് ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു 9 മണിക്ക് എത്തേണ്ട ഞാനവിടെ ഇന്ന് കായംകുളത്ത് എത്തിയപ്പോൾ തന്നെ 8:30 ആയി. പിന്നെ നമ്മളെ കൃപാസനത്തിൽ എത്തിയപ്പോഴത്തേനും പറയണ്ടല്ലോ സമയം 10, 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാനവിടെ ചെന്നിട്ട് ആദ്യമേ എനിക്ക് കയറിപ്പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ പുറത്ത് നിന്നിട്ടാണ് പിന്നെ പതിയെ കണ്ട് ഞാൻ അകത്തോട്ടൊക്കെ കയറിയത്. അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കും ആൾക്കാർ ഉടമ്പടി എടുത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. അകത്തോട്ട് കയറിയിട്ട് ഇഷ്ടം പോലെ ആളെന്ന് വെച്ചാൽ ഒരുപാട് ആൾ. ഇതിനു മുമ്പ് ഞാൻ ഒരു വട്ടം പോയിരുന്നു. അന്നെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുപോലെ ഒത്തിരി ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ വെച്ച് ദാണ്ട് അടുത്ത ആൾക്കാരും വരുന്നു. അപ്പൊ അവരാ വരുന്നതിന്റെ ഇടയിൽ കൂടെ കുറെ ആൾക്കാരും പിള്ളേരൊക്കെ പോയിട്ട് മാതാവിന്റെ രൂപത്തിൽ ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചെന്നിട്ടൊന്ന് ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുവാണ് ഒരുപാട് ആൾക്കാർ. അതിന്റെ അപ്പുറത്തോട്ട് തന്നെ വലിയ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ അച്ഛനും നിപ്പുണ്ട്, സാക്ഷ്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതിന്റെ ഇടയിൽ ആശീർവാദമൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് ഇങ്ങനെ ആശീർവദിക്കുന്ന ആള് ഉണ്ട്. ഈ ക്യൂ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് ആൾക്കാരാണ്. ഞാൻ എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയതിലൂടെ എനിക്ക് നിൽക്കാൻ പറ്റാത്ത കണക്ക് എന്തൊരു ജനമെന്ന് വെച്ചാൽ ഒരുപാട് ജനമാണ്. അപ്പം അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് പോയി ഫുഡ് കഴിച്ചായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും വന്ന് ഏകദേശം ഞാൻ 12 മണിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് പിന്നെ 12 ആയപ്പോൾ വീണ്ടും തിരിച്ച് കയറി അകത്ത് പോയിരുന്നിട്ട് പിന്നെ ഞാൻ 1 മണിയായപ്പോൾ എന്തായാലും വിചാരിച്ചു ഇനിയിപ്പോൾ സമയമില്ല, ഇനിയിപ്പോൾ വണ്ടിയൊക്കെ കിട്ടാൻ ഒത്തിരി സമയം എടുക്കുമെന്ന് കരുതിയിട്ട് ഞാൻ വേഗം തന്നെ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം എനിക്ക് വീണ്ടും അവിടുന്ന് കടവൂരിന്ന് പിന്നെ ആലപ്പുഴ വരെ വീണ്ടും പ്രിയദർശിനി ബസ്സിലാണ് ഞാൻ ഫ്രീ ആയിട്ട് വന്നത്. അതെനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നി ഇങ്ങനെയൊക്കെ കണ്ട് ഫ്രീ ആയിട്ട് വരുന്നത്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരമൊക്കെ ഇങ്ങനെ ബസ്സിൽ ഫ്രീ ആയിട്ട് വരുന്ന ഒരു സന്തോഷം. അത് പറഞ്ഞറിയിക്കാനും പറ്റത്തില്ല. ഈ ഒരു ഇതിന്റെ മേളിൽ കൂടെ പോകുമ്പോൾ ഞാൻ ഈ കണ്ണടച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് പേടിയാണ് ഇത് കാണുമ്പോഴത്തേക്ക്. ഇത്രയും വലിയ വെള്ളത്തിലോട്ടെങ്ങാനും പോയി ചാടുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. അപ്പം ഞാൻ കണ്ണടച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഓക്കെ ആവുമെന്ന് പോലും എനിക്കറിയാം. അപ്പോൾ ഇത്രയും വെള്ളമൊക്കെ കാണുമ്പോൾ പേടിയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി. ഞാൻ നോക്കത്തേയില്ല. അതെന്താണെന്നറിയില്ല, ജന്മസിദ്ധമായിട്ട് കിട്ടിയൊരു ഭാവമാണ്. എന്നിരുന്നാലും വീടൊക്കെ എത്തിയപ്പോഴത്തേക്കും ഒരുവിധം വൈകുന്നേരമൊക്കെ ആയിരുന്നു. വൈകുന്നേരം ഏകദേശം 7 മണിയൊക്കെ ആയി ഞാൻ നമ്മുടെ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ. സുഖയാത്രയൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് നേരെ നമ്മുടെ പുനലൂർ വരെയുള്ള ബസ് എനിക്ക് കിട്ടി. അപ്പോൾ സുഖമായിട്ട് യാത്രയൊക്കെ ചെയ്ത് ഇടയ്ക്ക് വെച്ച് നല്ല മഴ ഉണ്ടാണെങ്കിൽ പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് സാധാരണ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഉറങ്ങുന്ന ഞാൻ ഇന്നിപ്പോൾ ഉറങ്ങാതെ ഇങ്ങനെ മൂങ്ങാക്കുത്തിയെ കണക്കൊക്കെ ഇങ്ങനെ കണ്ണും ഇങ്ങനെ ഇരുന്ന് ഉള്ള യാത്രകളും കാഴ്ചകളും മൊത്തം കണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ബൈ ബൈ.